മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടുപാടി, കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ കവിതകൾ ചൊല്ലി സാമ്രാജ്യത്വത്തിനെതിരെ ഒരു നാട് മുഴുവൻ ഇരമ്പിയാർത്തതിൻ്റെ മരിക്കാത്ത സ്മരണകൾ കൊണ്ടോട്ടിയുടെ മണ്ണിലുണ്ട്. ആ സമര പാരമ്പര്യത്തിന് മികച്ച ഒരു കാവൽക്കാരനാകാൻ കഴിഞ്ഞ ഒന്നിലേറെ പതിറ്റാണ്ട് കാലം രാജ്യത്ത് തുടരുന്ന മോദി വാഴ്ചയ്ക്കെതിരെ ഈ രാജ്യത്തെ ക്യാമ്പസുകൾ ഇരമ്പിയാർത്തപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്ന ഒരു പോരാളിയാണ് ടി.പി. അഷ്റഫ് അലി എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ടി.പി. അഷ്റഫ് അലി കൊണ്ടോട്ടിയിൽ ജയിക്കുമെന്നുറപ്പാണ്. പക്ഷേ അത് കേരളത്തിൽ മറ്റാരും കൊതിക്കുന്ന ഒരു വിജയമായി മാറണം. കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് കൊണ്ടോട്ടിക്ക് അയാളൊരു അസറ്റാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം പിന്നിട്ട ഈ ദീർഘമായ കാലയളവിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിച്ച്, പിന്നീട് രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിച്ച്, ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘർഷഭരിതമായ ഈ പിന്നിട്ട കാലയളവുകളിലാകെ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പൊരുതിയ ഒരു ചെറുപ്പക്കാരനെ കേരള നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള നിയോഗം കൊണ്ടോട്ടിക്കാരെ തേടിയെത്തിക്കഴിഞ്ഞു. കേരളം കുതിക്കുന്ന ഒരു വിജയം പ്രിയപ്പെട്ട ടി.പി. അഷ്റഫ് അലിക്ക് നൽകണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. കേരളം ജയിക്കും, UDF നയിക്കും.